ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ബജറ്റ് സ്മാർട്ട് ഫോൺ വിപണിയെ ആവേശത്തിലാഴ്ത്തി റിയൽമി 16 5G ഇന്ത്യയിൽ അവതരിപ്പിച്ചു. റെഡ്മിയും സാംസങ്ങും വാഴുന്ന 20,000 രൂപയിൽ താഴെയുള്ള സെഗ്മെന്റിലേക്കാണ് കരുത്തുറ്റ ഫീച്ചറുകളുമായി ഈ പുതിയ ഫോൺ എത്തിയിരിക്കുന്നത്. അതിവേഗ ചാർജിംഗും സ്റ്റൈലിഷായ മോഡേൺ ഡിസൈനുമാണ് റിയൽമി 16 5Gയെ വേറിട്ട് നിർത്തുന്നത്. ഗെയിമിംഗിനും മൾട്ടി ടാസ്കിങ്ങിനും താൽപ്പര്യമുള്ളവർക്ക് റെഡ്മി മോഡലുകൾ മികച്ച അനുഭവം നൽകും. പിൻ പാനലിന് ക്യാമറ സെൻസറിന് സമീപം ഒരു പ്രതിഫലന കണ്ണാടിയാണ് ഇതിലുള്ളത്. ഇത് ഉപയോക്താക്കൾക്ക് പിൻ ക്യാമറ സജ്ജീകരണം ഉപയോഗിച്ച് സെൽഫികൾ എടുക്കാൻ അനുവദിക്കുന്നു. റിയൽമി 16 6.57 ഇഞ്ച് ഡിസ്പ്ലേയും 183 ഗ്രാം ഭാരവുമുണ്ട്. ഇതിന്റെ കനം 8.1 മില്ലിമീറ്ററാണ്. എയർ വൈറ്റ്, എയർ ബ്ലാക്ക് എന്നീ 2 കളർ വേരിയന്റുകളിലാണ് ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാകുക. 60 വാട്ട് ഫാസ്റ്റ് ചാർജറുള്ള 7000 mAh ബാറ്ററിയാണ് റിയൽമി 16 കരുത്തു പകരുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വിശദാംശങ്ങൾ 3 വർഷത്തെ ആൻഡ്രോയിഡ് iOS അപ്ഡേറ്റുകളും 4 വർഷത്തെ ആൻഡ്രോയിഡ് സുരക്ഷാ അപ്ഡേറ്റുകളും ഉൾപ്പെടുന്നു. റിയൽമി 16 5Gക്ക് ഇന്ത്യയിൽ 25,000 രൂപ മുതൽ 30,000 രൂപ വരെ വില വരുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ലയുടെ മോഡൽ എക്സ്, എസ് എന്നീ കാറുകൾ ഇനിയില്ലെന്ന് ഇലോൺ മസ്ക്. വിൽപ്പനയിലെ കുറവാണ് ഈ മോഡലുകൾ അവസാനിപ്പിക്കാനായുള്ള തീരുമാനത്തിന് പിന്നിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ എന്ന വിശേഷണം പേരിനൊപ്പം വർഷങ്ങളോളം കൊണ്ടുനടന്ന കമ്പനിയാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ല. എന്നാൽ ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് BYD പോലെയുള്ള ചൈനീസ് കമ്പനികൾ എത്തിയതോടെ ടെസ്ലയുടെ പ്രതാപകാലത്തിന് മങ്ങലേൽക്കുകയായിരുന്നു. ഒടുവിൽ വിൽപ്പനയിൽ കുത്തനെയുള്ള ഇടിവ് തുടർക്കഥയായതോടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് ടെസ്ല. ടെസ്ല ഒരു മാറ്റത്തിനൊരുങ്ങുന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു ജനപ്രിയ ഇലക്ട്രിക് വാഹനങ്ങളായ മോഡൽ എസ്, മോഡൽ എക്സ് എന്നീ വാഹനങ്ങളുടെ ഉൽപ്പാദനം അവസാനിപ്പിക്കുന്നുവെന്നുള്ള പ്രഖ്യാപനം. ഇക്കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ടെസ്ല CEO ഇലോൺ മസ്ക്. ഈ 2 വാഹനങ്ങളുടെയും 600 യൂണിറ്റ് മാത്രമാണ് സ്റ്റോക്കിലുള്ളതെന്നും ഇനി ഇവയ്ക്കുള്ള ബുക്കിംഗ് സ്വീകരിക്കില്ലെന്നുമാണ് മസ്ക് അറിയിച്ചിരിക്കുന്നത്. ജനുവരിയിൽ നടന്ന ടെസ്ലയുടെ സാമ്പത്തിക അവലോകന യോഗത്തിൽ ഈ 2 മോഡലുകളും നിർത്താനൊരുങ്ങുകയാണെന്ന് മസ്ക് പ്രഖ്യാപിച്ചിരുന്നു. ആദരവോടെയുള്ള യാത്രയയപ്പ് എന്നാണ് ഈ 2 മോഡലുകളും ഉൽപ്പാദനം അവസാനിപ്പിക്കുന്നതിനെ മസ്ക് വിശേഷിപ്പിച്ചത്. ആവശ്യക്കാരായ ഉപയോക്താക്കളോട് ഈ വാഹനം ബുക്ക് ചെയ്യാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ഈ കാറുകളുടെ പ്ലാന്റ് ഒപ്റ്റിമസ് റോബോട്ട് ഫാക്ടറിയായി മാറ്റുമെന്നാണ് മസ്ക് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.